അൽ ഹയാത്തുൽ ഇജ്തിമാഇയ്യ, സാമൂഹ്യ ജീവിതം. വദാലിക ഫി ബിദായത്തി ഹുക്മിൽ മുഅത്തസിം, മുഅത്തസിമിൻ്റെ കാലഘട്ടത്തിലാണ്. അല്ലദീ തവല്ല അൽ ഖിലാഫത്ത് ബഅദൽ ഖലീഫത്തിൽ മഅമൂൻ, മഅമൂനിൻ്റെ ഭരണകാലഘട്ടത്തിന് ശേഷം ഭരണമേറ്റെടുത്ത മുഅത്തസിമിൻ്റെ കാലഘട്ടത്തിൽ. എപ്പോഴാണ് മുഅത്തസിം ഭരണമേറ്റെടുത്തത്? ഹിജ്റ 218. വക്കാനത്ത് തിൽക്കസന, ആ വർഷമായിരുന്നു ബിദായത്തൻ ലിമസ്തുലിഹ അല തസ്മിയത്തിഹി ബിൽ അസ്റിൽ അബ്ബാസി അസാനി, അൽ അസ്റുൽ അബ്ബാസി അസാനി എന്ന നാമകരണം ചെയ്യപ്പെട്ട കാലഘട്ടം തുടങ്ങുന്നത് ആരുടെ കാലം മുതലാണ്? മുഅത്തസിമിൻ്റെ ഭരണകാലം മുതലാണ്. കാനത്തിൽ ഹയാത്തുൽ ഇജ്തിമാഇയ്യത്തു ഫിൽ അസ്റിൽ അബ്ബാസി, അബ്ബാസി കാലഘട്ടത്തിലെ സാമൂഹ്യ ജീവിതം ബിശക്ലിൻ ആമിൻ, പൊതുവായി ഹയാത്ത് തറഫിൻ വ നഈമിൻ, ആഡംബരത്തിൻ്റെയും സുഖലോലുപതയുടെയും ജീവിതമായിരുന്നു. വയക്കാദുൽ അമ്രു കുല്ലുഹു യശ്മുലു ജമീഅ തബ്ഖാത്തിൽ മുജ്തമഇ കുല്ലും ബിഹസ്ബി തബഖതിഹി, സമൂഹത്തിലെ കാര്യങ്ങൾ വ്യത്യസ്തമായ തബക്കയിലുള്ളവരെ, വ്യത്യസ്തമായ സ്ഥാനങ്ങളിലുള്ളവരെ അവരുടെ സ്ഥാനത്തിനനുസരിച്ച് ബാധിക്കുന്ന, ഉൾക്കൊള്ളുന്ന രൂപത്തിലായി. അതായത് എല്ലാവരും ഒരേ രൂപത്തിലായിരുന്നില്ല, മറിച്ച് പലർക്കും പല സ്ഥാനങ്ങളായിരുന്നു. പാവപ്പെട്ടവരെന്നും പണക്കാരെന്നും അല്ലെങ്കിൽ താഴ്ന്നവരെന്നും ഉയർന്നവരെന്നുമുള്ളൊരു വേർതിരിവ് ഉണ്ടായിരുന്നു. വലഖദ് ബറസത്ത് ഫിൽ അസ്റിൽ അബ്ബാസി ഇദ്ദത്ത് മലാഹിറ, അബ്ബാസി കാലഘട്ടങ്ങളിൽ ധാരാളം മൽഹറുകൾ, ധാരാളം കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തതമസൽ ഫി, താഴെ പറയുന്നത് പോലുള്ള. എന്തൊക്കെയാണവ? ലുഹൂറു തബഖതൈനി മുതഗായിറതൈനി, രണ്ട് വ്യത്യസ്തമായ തബക്കകൾ ഉണ്ടായി. ഫിൽ മുജ്തമഇ, സമൂഹത്തിൽ. ഒന്ന്, തബഖത്തു തനഉമിൻ ബിർറഹാഇ വസഅത്തിൽ ഐഷ്, ജീവിത സുഖലോലുപതയിലും ആഡംബരത്തിലുമൊക്കെ ജീവിക്കുന്ന ഒരു തബക്ക. വ ഉഖ്റ, മറ്റേ തബക്ക തജിദു സഊബതൻ ഫി ഹയാത്തിഹ അൽ യൗമിയ, ദൈനംദിന ജീവിതത്തിൽ പ്രയാസങ്ങൾ നേരിടുന്ന മറ്റൊരു തബക്കയും. അതായത് നമ്മൾ മേലെ പറഞ്ഞ കാര്യം തന്നെ, സമൂഹം രണ്ട് തബക്കകളായിരുന്നു. ഒന്ന് പണക്കാരും മറ്റൊന്ന് പാവങ്ങളും. രണ്ടാമത്തെ കാര്യം ഇസ്ദിയാദു ഹർക്കത്തുൽ ഉംറാൻ, നിർമ്മാണ പ്രവർത്തനങ്ങളുടെ വർധനവ്. മിൻ ബിനാ ഇൽ ഖുസൂരിൽ ഫാഖിറ, ആഡംബര കൊട്ടാരങ്ങൾ ഉണ്ടാക്കി. വൽ മസാജിദിൽ ഫഹ്മ, വലിയ പള്ളികൾ. വ തസീനിൽ ആസിമത്തി, ഭരണ തലസ്ഥാനത്തെ അലങ്കരിക്കൽ. സീനത്തൻ ലം തൽഖഹ മദീനത്തുൻ ഉഖ്റ, മറ്റൊരു പട്ടണത്തിലും ഇല്ലാത്ത രൂപത്തിലുള്ള അലങ്കാരം തലസ്ഥാന നഗരിക്ക് നൽകുക. ഇങ്ങനെയുള്ള പല ആഡംബര കാര്യങ്ങളും ഉണ്ടായി. ശുയൂഉ കസീരി മിൻ മലാഹിരിൽ ലഹ്വി വത്തറഫി, കളിയുടെയും വിനോദത്തിൻ്റെയും മറ്റു ആഡംബരങ്ങളുടെയും സുഖലോലുപതകളുടെയും ഒക്കെ ഒരുപാട് കാര്യങ്ങളുണ്ടായി. മിസല ഷത്റഞ്ച്, ഷത്റഞ്ച് കളി. വന്നർദ്, ഡെയ്സ് കളി. വസൈദിൽ അസ്ലാൻ വത്തുയൂർ, പക്ഷികളെയും മാനുകളെയും ഒക്കെ വേട്ടയാടൽ. വ മുഷാഹദത്തുൽ ഖറാദീൻ, കുരങ്ങു കളിപ്പിക്കുന്നവരെ, കുരങ്ങാട്ടികളെ വീക്ഷിക്കൽ. വസ്ദഹറൽ ഗൈനാഉ, അതേപോലെ പാട്ട് അധികരിച്ചു. വ കസുറൽ മൂസീഖിയൂൻ, മ്യൂസീഷ്യന്മാർ കൂടി. വ തതവറത്ത് ആലാത്തുഹും വ അൽഹാനുഹും, മ്യൂസീഷ്യന്മാരുടെ മ്യൂസിക് ഉപകരണങ്ങളും അവരുടെ ട്യൂണുകളുമൊക്കെ ഒരുപാടുണ്ടായി, പുരോഗമിച്ചു. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ കാലഘട്ടത്തിൽ, അബ്ബാസി കാലഘട്ടത്തിൽ ഉണ്ടായി. ഇസ്ദിയാദു ശുഊബിയ, പിന്നെ ശുഊബിയത്തിൻ്റെ വർധനവ്. അല്ലത്തി ലം തഉദ്ദൽ മുഫാദലത ഫീമാ ബൈനൽ അറബി വൽ ഫുർസ്, അറബികൾക്കും പേർഷ്യക്കാർക്കുമിടയിൽ മുഫാദലത്ത് അവർ നൽകിയിരുന്നില്ല. ബൽ തഅദ്ദാ ദാലിക ഇലൽ മുഫാദലത്തി ബൈനൽ അറബി വ ഗൈരിഹിം മിൻ അബ്നാഇ ശുഊബിൽ ഉഖ്റ, അറബികൾക്കിടയിൽ മറ്റുള്ള ശഅബുകൾക്ക്, മറ്റുള്ള ടീമുകൾക്ക് പ്രാധാന്യം നൽകുന്ന ഒരു വിഭാഗം, അതാണ് ശുഊബിയത്ത്. അറബികളെക്കാൾ പ്രാധാന്യം മറ്റുള്ളവർക്ക് നൽകുന്ന ഒരു വിഭാഗമുണ്ടായി, ശുഊബിയ എന്ന പേരിൽ. ഇന്തിഷാറുൽ മുജൂനി വൽ ഇൻഹിലാലി വൻ സന്ദഖ, നിരീശ്വരവാദവും കുഴപ്പങ്ങളും ദുർനടപ്പുകളുമൊക്കെ വ്യാപിച്ചു. ബിസബബി ഇഖ്തിലാത്തുൽ അറബി ബിഗൈരിഹിം മിൻ അബ്നാഇൽ ഉമമിൽ ഉഖ്റ, എന്തുകൊണ്ടാണ് ഇതൊക്കെ അധികരിച്ചത്? അറബികൾ മറ്റുള്ള ആളുകളുമായി, മറ്റു വിഭാഗം ജനങ്ങളുമായി, അനറബികളായ ആൾക്കാരുമായി ഇഖ്തിലാത്ത്, കൂടിക്കലർന്നതുകൊണ്ട്. വമഅ ദാലിക, അതോടൊപ്പം ലം യകുൻ അൽ മുജ്തമഅ കുല്ലുഹു മുജ്തമഅ ലഹ്വി വതറഫിൻ, സമൂഹം മുഴുവൻ ഇതേ രൂപത്തിലുള്ള വിനോദത്തിൻ്റെയും ആഡംബരത്തിൻ്റെയും പിടിയിലായിരുന്നില്ല. ഫഖദ് കാനൽ മുജ്തമഉ മുജ്തമഅൻ ഇസ്ലാമിയൻ, സമൂഹം ഇസ്ലാമിക സമൂഹം തന്നെയായിരുന്നു.
വക്കാനത്തിൽ ഗാലിബിയത്തു ഫീഹി മുഖീമത്തൻ അലൽ ഇസ്ലാമി മുത്തമസ്സിക്കത്തൻ ബി ഫറാഇൽഹി. സമൂഹത്തിലെ ഭൂരിഭാഗം പേരും ഇസ്ലാമിൻ്റെ മേൽ നിലനിൽക്കുന്നവരും ഇസ്ലാമിൻ്റെ ഫറായിലുകളും അതേപോലെ സുന്നനുകളും ഷആഇർ അതിൻ്റെ അടയാളങ്ങളും ഒക്കെ മുറുകെ പിടിക്കുന്നവരുമായിരുന്നു. യഥാർത്ഥ മുസ്ലിങ്ങൾ തന്നെയായിരുന്നു ഭൂരിഭാഗം പേരും. ഫക്കാനത്ത് സാഹിത്വതൻ അല മലാഹിരില്ലഹവി വ തറഫി വ ഷുഊബിയത്തി വ സന്ദഖ. നിരീശ്വരവാദത്തെയും ഷുഊബിയത്തിനെയും തറഫിനെയും ലഹവിനെയും ഒക്കെ പുച്ഛത്തോടെ പരിഹാസത്തോടെ കാണുന്നവരായിരുന്നു ഭൂരിഭാഗം പേരും. അപ്പോൾ ഒരു വിഭാഗം ജനങ്ങൾ എന്തായിത്തീർന്നു? മോശമായ ആൾക്കാരായിത്തീർന്നു. വലിയൊരു വിഭാഗം ജനങ്ങൾ യഥാർത്ഥ ഇസ്ലാമിക ജീവിതം നയിക്കുന്നവർ തന്നെയായിരുന്നു. ഇനി അൽ ഹയാത്തു സഖാഫിയ, സാംസ്കാരിക ജീവിതം. ലഖദ് നശത്തത്തിൽ ഉലൂമു ഫിൽ അസ്റിൽ അബ്ബാസി നശാത്തുൻ കബീറൻ അല നഹവിത്താലി. താഴെ പറയുന്നത് പോലെ പല വിജ്ഞാനങ്ങളും അബ്ബാസി കാലഘട്ടത്തിൽ വലിയ രൂപത്തിൽ വളർന്നു. അഹദത്തിൽ ലുഗത്തുൽ അറബിയത്തു നസീബൻ മിൻ ഇഹ്തിമാമിൽ ഉലമാ. അറബി ഭാഷ പണ്ഡിതന്മാരുടെ ശ്രദ്ധ നേടിയെടുത്തു. അതായത് പണ്ഡിതന്മാർ അറബി ഭാഷയെ നന്നായി പരിഗണിച്ചു. ലിക്കൗനിഹ ലുഗത്തുദ്ദീൻ, അത് മതത്തിൻ്റെ ദീനിൻ്റെ ഭാഷയായതുകൊണ്ട്. വയതവഖഫു ഫഹ്മുദ്ദീനി അലൽ ഇൽമാമി ബിഹ, ദീൻ മനസ്സിലാക്കണമെങ്കിൽ അറബി ഭാഷ അറിഞ്ഞിരിക്കണം. വക്കാനൽ ഫുർസുൽ മുസ്ലിമൂന അക്സറന്നാസി ഇഹ്തിമാമൻ ബിൽ ലുഗത്തിൽ അറബിയ, അറബി ഭാഷയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയിരുന്ന ജനങ്ങൾ പേർഷ്യക്കാരായ മുസ്ലിങ്ങളായിരുന്നു. വ ഫഹ്മി അസ്റാരിഹ, അറബി ഭാഷയുടെ രഹസ്യങ്ങളൊക്കെ അതായത് ഭാഷ നന്നായി മനസ്സിലാക്കുന്നതിലും അതിനെ പരിഗണിക്കുന്നതിലുമൊക്കെ മുൻപന്തിയിലുണ്ടായിരുന്നത് പേർഷ്യക്കാരായിരുന്നു. ഹത്ത നബഗ മിൻഹും ഖൽഖുൻ കസീറുൻ, അങ്ങനെ പേർഷ്യക്കാരിൽ നിന്നും വലിയൊരു വിഭാഗം ജനങ്ങൾ എന്ത് ചെയ്തു? അറബി ഭാഷയിൽ നൈപുണ്യം നേടി. ഖാസത്തൻ അനൽ മനാസിബൽ ഉല്യ ഫി ദൗലത്തി, രാഷ്ട്രത്തിലുള്ള പ്രത്യേകിച്ചും രാഷ്ട്രത്തിലെ ഉയർന്ന പദവികൾ, മിസ്ല മൻസബിൽ വസാറ, മന്ത്രിമാരുടെ പദവി പോലുള്ള ഉയർന്ന പദവികൾ, കാന ലാ യസ്ലു ഇലൈഹി ഇല്ലൽ ആലിമു ബിൽ ലുഗത്തി വൽ മുതഅദ്ദിബു ബി ആദാബിഹ, അറബി ഭാഷയുടെ ആദാബുകളും അറബി ഭാഷ നന്നായി കൈകാര്യം ചെയ്യാൻ അറിയുന്നവരും ഒക്കെ അല്ലാതെ ഈ പോസ്റ്റുകളിൽ എത്തിയിരുന്നില്ല. മന്ത്രിമാരുടെയും അതേപോലുള്ള ഉയർന്ന പോസ്റ്റുകളിൽ എത്തിയിരുന്നത് അറബി ഭാഷയിൽ പ്രാവീണ്യമുള്ളവരായിരുന്നു. വക്കാനൽ ഫുർസു ഹിർരിസുന അലാ തിൽക്കൽ മനാസിബ്, പേർഷ്യക്കാരാണെങ്കിലോ ഈ രൂപത്തിലുള്ള മൻസിബുകളിൽ ഈ പദവികളിലൊക്കെ താല്പര്യമുള്ളവരുമായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ എന്ത് ചെയ്തു? അറബി ഭാഷ നന്നായി പഠിച്ചു. അതേപോലെ തന്നെ അവർ ഉന്നതമായ സ്ഥാനങ്ങളിൽ, അബ്ബാസി കാലഘട്ടത്തിൽ പല ഉന്നതമായ സ്ഥാനങ്ങളിലും പേർഷ്യക്കാർ എത്തുകയും ചെയ്തു. ഹത്ത ഇന്നഹു നബഗ മിൻഹും ആഖിറൽ അസ്റിൽ അമവി, ഉമവി കാലഘട്ടത്തിന്റെ അവസാന കാലഘട്ടത്തിൽ തന്നെ അവരിൽ നിന്നും നൈപുണ്യം നേടി കുത്താബുൻ, കുറെ എഴുത്തുകാർ, കാനൂ റുവാദൻ ലി നസറിൽ ഫന്നി അൽ അറബി, അറബി നസറിന്റെ അമരക്കാരായിരുന്നു അവർ. മിസ്ല അബ്ദുൽ ഹമീദ് അൽ കാത്തിബിനെ പോലുള്ള ഒരുപാട് പണ്ഡിതന്മാർ, എഴുത്തുകാരൊക്കെ അറബി ഭാഷയെ നന്നായി കൈകാര്യം ചെയ്യാൻ അറിയുന്നവരൊക്കെ ഉമവി കാലഘട്ടത്തിന്റെ അവസാനത്തിൽ തന്നെ വളർന്നു വരാൻ തുടങ്ങിയിരുന്നു. പിന്നെ വഖദ് അനിയൽ ഉലമാ ഉൽ ലുഗത്തിൽ ഫിൽ ബസറ വൽ കൂഫ ബിജംഇ അൽഫാദിൽ ലുഗത്തി വ അശ്ആരിൽ അറബ് ഫിൽ ജാഹിലിയത്തി വൽ ഇസ്ലാം. ബസറയിലെയും കൂഫയിലെയും ഭാഷാ പണ്ഡിതന്മാർ, അറബി ഭാഷാ പണ്ഡിതന്മാർ എന്ത് പരിഗണിച്ചു? ബിജംഇ അൽഫാദിൽ ലുഗത്തി, ഭാഷയിലെ വാക്കുകളെ ഒരുമിച്ച് കൂട്ടുന്നതും, അതേപോലെ അശ്ആരിൽ അറബി ഫിൽ ജാഹിലിയത്തി വൽ ഇസ്ലാം, ഇസ്ലാമിക ജാഹിലി കാലഘട്ടത്തിലുള്ള അറബി കവിതകൾ ഒരുമിച്ച് കൂട്ടുന്നതും അവർ ശ്രദ്ധിച്ചു. എന്തിനു വേണ്ടിയാണത് കവിതകളും വാക്കുകളൊക്കെ ഒരുമിച്ച് കൂട്ടിയത്? ലിഹാജത്തി ഷുഊബിൽ മുസ്ലിമത്തി ഗൈറിൽ അറബിയത്തി, അറബികളല്ലാത്ത മുസ്ലിം സമുദായത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി. ഇല ഇത്ഖാനി ലുഗത്തുദ്ദീൻ, ദീനിന്റെ ഭാഷ നന്നാക്കാൻ അറബികളല്ലാത്ത മുസ്ലിങ്ങൾക്ക് സാധിക്കാൻ വേണ്ടിയാണ് ഇവർ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്തത്. വലിയുഖാവിമു ലാഹിറത്ത ശുയൂഇൽ ലഹ്നി അലാ അൽസിനത്തിൽ മുസ്തഅരിബീൻ, അറബികളായ മീൻസ് മുസ്തഅരിബ് എന്ന് പറഞ്ഞാൽ ഒറിജിനലി അറബി അല്ലാത്ത പിന്നീട് അറബി പഠിച്ച് അറബികളായി തീർന്നവർ, അവരുടെ ഭാഷയിൽ അവരുടെ സംസാരത്തിൽ ലഹന്, ഗ്രാമർ മിസ്റ്റേക്കുകളും ഭാഷാപരമായ തെറ്റുകളും സംഭവിക്കാതിരിക്കാനും പിന്നെ അവരൊക്കെ അറബി ഭാഷ നന്നായി കൈകാര്യം ചെയ്യാൻ കഴിയാനും വേണ്ടിയാണ് ബസറയിലെയും കൂഫയിലെയും ഭാഷാ പണ്ഡിതന്മാർ അൽഫാദും അഷ്ആറും ഒക്കെ ശേഖരിച്ചത്.
വലം യകുൻ അൽ ഉലമാഉ അഖല്ല ഇഹ്തിമാമൻ ബി ഇൽമിൻ നഹ്വി മിൻ ഉലൂമിൽ ലുഗത്തിൽ ഉഖ്റ. ലുഗത്തിന്റെ മറ്റു ശാഖകളെ പോലെ തന്നെ ഇൽമുൻ നഹ്വും ഗ്രാമറും ഇവർ നന്നായി ശ്രദ്ധിച്ചിരുന്നു. ഈ പണ്ഡിതന്മാർ ഗ്രാമറിനെയും അവർ പഠനം നടത്തി അതിലും മികച്ച രചനകളൊക്കെ നടത്തിയിരുന്നു. വഖദ് ബറസ ഫീഹിൽ ഖലീൽ ഇബ്നു അഹ്മദ് അതിൽ മികച്ചു നിന്നു. അറബി ഭാഷ നെഹ്വിന്റെ കിതാബുകളൊക്കെ രചിക്കുന്നതിലും നെഹ്വ് അധ്യാപനം നടത്തുന്നതിലുമൊക്കെ ഖലീൽ ഇബ്നു അഹ്മദ് മികച്ചു നിന്നു. അല്ലദീ വദഅ ഉസസഹു, അദ്ദേഹമാണ് അതിന്റെ അടിത്തറ പാകിയത് നെഹ്വിന്. സുമ്മ അദ്ദാഹു അൻഹു തിൽമീദുഹു സീബവൈഹി, പിന്നെ അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥിയായ സീബവൈഹി അത് നിർവഹിച്ചു. ഫി കിതാബിഹി, തന്റെ ഗ്രന്ഥമായ അൽ കിതാബ് എന്ന പുസ്തകത്തിൽ. വഹുവ മിൻ അഅ്ലമി സിമാതി റഖീൽ അഖിലിൽ അറബി ഭാഷയുടെ ബൗദ്ധിക വളർച്ചയ്ക്ക് ഒരുപാട് ഗുണം ചെയ്തൊരു പുസ്തകമാണത്. അമ്മാ ഫി മജാലിൽ ഉലൂമി ദീനിയ, എന്നാൽ ദീനീ രംഗത്ത് ഫഖദ് വുജിദ മിനൽ ഉലമായി, ധാരാളം പണ്ഡിതന്മാർ ഉണ്ടായി. എങ്ങനെയുള്ള പണ്ഡിതന്മാർ? മൻ നദറു ഹയാത്തഹും ലി ഖിദ്മത്തില്ലാഹി വസുന്നത്തി റസൂലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും സേവനത്തിന് വേണ്ടി തങ്ങളുടെ ജീവിതം ഒഴിഞ്ഞുവെച്ച, തങ്ങളുടെ ജീവിതം നേർച്ചയാക്കി വെച്ച ഒരുപാട് പണ്ഡിതന്മാർ ഉണ്ടായി. വമിൻ ഹഉലാഇൽ ഉലമാഇൽ അജില്ല, ഈ മഹാന്മാരായ പണ്ഡിതന്മാരിൽ പെട്ടവരാണ് ഫി ഇൽമി തഫ്സീരിൽ സുഫിയാൻ ഇബ്നു ഉയൈന, വകദാലിക തുഅസ്സിസത് അൽ മദാഹിബുൽ ഫിഖ്ഹിയ, അതേപോലെ തന്നെ ഫിഖ്ഹി മദ്ഹബുകൾ സ്ഥാപിക്കപ്പെട്ടു. മദ്ഹബുൽ ഇമാം അബു ഹനീഫയുടെ മദ്ഹബ് പോലെ, മാലിക് ഷാഫി അഹ്മദ് ബിൻ ഹംബൽ, ഇവരുടെയൊക്കെ മദ്ഹബുകൾ സ്ഥാപിക്കപ്പെട്ടു. ഇവർ മാത്രമല്ല, ഹദീസ് പണ്ഡിതന്മാരുടെ കൂട്ടത്തിലായിക്കോട്ടെ, ഫിഖ് പണ്ഡിതന്മാരുടെ കൂട്ടത്തിലായിക്കോട്ടെ, ഒരുപാട് പ്രഗത്ഭരായ ഒട്ടനവധി പണ്ഡിതന്മാർ അബ്ബാസി കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. വഫിൽ ഹദീസിലാണെങ്കിൽ ഉല്ലിഫത്ത് കുതുബു സിഹാഹി സിത്ത അൽ മഷൂറ, ഫേമസ് ആയ വളരെ പ്രശസ്തമായ സിഹാഹു സിത്ത രചിക്കപ്പെട്ടതും അബ്ബാസി കാലഘട്ടത്തിലാണ്. അമ്മാ ബിൻ നിസ്ബത്തിലെ ഇൽമി താരിഖ്, ചരിത്ര വിജ്ഞാനവുമായി ബന്ധപ്പെട്ട് ഫഖദ് ഇർതബത അസാസൻ ബി സീറത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചക ചരിത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു ചരിത്ര വിജ്ഞാനം അബ്ബാസി കാലഘട്ടത്തിലെ. വല്ലമത്ത് ഇലൈഹി മാദത്തുൻ മിൻ താരിഖ് റസൂൽ, മുഹമ്മദ് നബിയുടെ ചരിത്രത്തിന്റെ കൂടെ മറ്റു നബിമാരുടെ ചരിത്രവും ഉൾച്ചേർന്നു. വക്കാന ജുസ്ഉം മിനൽ ഇഹ്തിമാമി ബിൽ കിതാബത്തി താരീഖിയത്തി, ചരിത്രരചനയിൽ അവർ നൽകിയ പ്രാധാന്യത്തിന്റെ ഭാഗമാണ് ഖദ് ഇർതബത ബി ജംഇൽ അശ്ആരി, കവിതകളെയും അവർ ഇതുമായി ബന്ധപ്പെടുത്തി എന്നുള്ളത്. ചരിത്രരചനയിൽ അവർ കവിതകളും ഉൾപ്പെടുത്തി. വറുവാത്തിഹ, അതേപോലെ റാവിമാരുടെ ചരിത്രവും. ലിമഅരിഫത്തി, റാവിമാർ മീൻസ് കവിത റിപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ. ലിമഅരിഫത്തി താരീഖിൽ അറബി, എന്തുകൊണ്ടാണ് കവിതയും ഈ ചരിത്രത്തിന്റെ ഭാഗമായി ചരിത്രകാരന്മാർ ഉൾപ്പെടുത്തിയത്? ലിമഅരിഫത്തി താരീഖിൽ അറബിൽ ജാഹിലി വൽ ഇസ്ലാമി, ഇസ്ലാമിക ജാഹിലി കാലഘട്ടത്തിലുള്ള അറബികളുടെ ചരിത്രം മനസ്സിലാക്കാൻ വേണ്ടി. അതായത് ആ കാലഘട്ടത്തിലൊന്നും ചരിത്രം രേഖപ്പെടുത്തുക എന്നുള്ളൊരു ഏർപ്പാടുണ്ടായിരുന്നില്ല, ജാഹിലി കാലഘട്ടത്തിലും ഇസ്ലാമിക കാലഘട്ടത്തിലും ഒന്നും. പക്ഷേ ആ കാലഘട്ടത്തിൽ ഒരുപാട് കവിതകൾ രചിക്കപ്പെട്ടിരുന്നു. ആ കവിതകളിൽ അറബികളുടെ ചരിത്രവും ഉൾച്ചേർന്നിരുന്നു. അതുകൊണ്ട് തന്നെ പിൽക്കാലത്തുണ്ടായ അബ്ബാസി കാലഘട്ടത്തിലുണ്ടായ ചരിത്രകാരന്മാർ കവിതയെയും പരിഗണിച്ചു ചരിത്ര രചനയിൽ, കവിത റാവിമാരെയും ഒക്കെ. താരിഖൽ ഉമമിൽ മുജാവറത്തി, അറബികളുടെ ചരിത്രം മാത്രമല്ല, താരിഖൽ ഉമമിൽ മുജാവറത്തിൽ ജസീറത്തുൽ അറബിയ, ജസീറത്തുൽ അറബിയയുമായി അടുത്തു നിൽക്കുന്ന മറ്റു സമുദായങ്ങളുടെ ചരിത്രവും ഈ കവിതയിൽ കൂടെ മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു. വഹാസത്തൻ അൽഫുർസ്, പ്രത്യേകിച്ചും പേർഷ്യക്കാരുടെ. വക്കാനത്ത് സീറത്ത് നബവിയ, ഇനി പ്രവാചക ജീവചരിത്രം മബ്സൂസത്തൻ ഫീമ യുർവ മിനൽ അഹാദീസ്, ഹദീസുകളിൽ വിവരിക്കപ്പെട്ടവയാണ്. ഫഅഖദ കസീറുന, ധാരാളം പേർ യസ്തഖ്ലിസുനഹ മിൻഹ, അതിൽ നിന്നും പ്രവാചക ചരിത്രം എടുത്തിട്ടുണ്ട്, ഹദീസുകളിൽ നിന്നും പ്രവാചക ചരിത്രം എടുത്തിട്ടുണ്ട് ധാരാളം ചരിത്രകാരന്മാർ. വഅനോ ബിൽ ഖിസസി അനിൽ അംബിയാ വർ റസൂൽ, അങ്ങനെ അവർ മറ്റു പ്രവാചകന്മാരുടെ ചരിത്രവും പറഞ്ഞു ഹദീസുകളുടെ സഹായത്താൽ. ലിതൗദീഹി ജാനിബി മിനൽ ഖിസസിൽ ഖുർആനിയ, ഖുർആനി കഥകളുടെ, ഖുർആനി ചരിത്രങ്ങളെ വിശദീകരിക്കാൻ വേണ്ടി, ഒന്ന് വ്യക്തമാക്കാൻ വേണ്ടി ഹദീസുകളിൽ നിന്നും ശേഖരിച്ചുകൊണ്ട് ചരിത്രരചന നടത്തിയിട്ടുണ്ട്. ഖുർആനിൽ ഒരുപാട് ചരിത്രങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അതിൻ്റെയൊക്കെ ഒരു വിശദീകരണം പല ഹദീസുകളിലും കാണാവുന്നതാണ്. ആ ഹദീസുകളിലുള്ള ചരിത്രങ്ങളൊക്കെ ശേഖരിച്ചുകൊണ്ട് ഇവർ ചരിത്രരചന നടത്തി, പ്രവാചകന്മാരുടെ ചരിത്രരചന.
ലിൽ വഅലി, എന്തിനു വേണ്ടിയാണ് ഹദീസുകളിൽ നിന്നും എടുത്തുകൊണ്ട് ഇവർ പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ രേഖപ്പെടുത്തിയത്? ലിൽ വഅലി വത്തദ്കീരി, ജനങ്ങളെ ഉത്ബോധിപ്പിക്കാൻ, ബിൽ യൗമിൽ ആഖിരി, യൗമുൽ ആഖിറിനെ പറ്റി, അന്ത്യനാളിനെ പറ്റി ജനങ്ങൾക്ക് ഉത്ബോധനമുണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള ചരിത്രങ്ങൾ അവർ രചിച്ചു. വഖദ് നഹലത്തുൽ ഉലൂമുൽ ഉഖ്റ, മറ്റു വിജ്ഞാനങ്ങളും ഉയർന്നു വന്നു ഈ കാലഘട്ടത്തിൽ. ഫി ഹാദൽ അസ്രി ബിതഅസീരി തർജുമാത്തിൽ കസീറ, ധാരാളമായി ഉണ്ടായ ട്രാൻസ്ലേഷനുകളുടെ സ്വാധീനത്താൽ മറ്റു വിജ്ഞാനങ്ങളും ഈ കാലഘട്ടത്തിൽ ഉയർന്നു വന്നു. വബിലുഹൂരി മജ്മുഅത്തിൻ മിനൽ ഉലമാഇ നാബിഹീന ഫി കുല്ലി ഫർഇൻ, ട്രാൻസ്ലേഷൻ വഴി മാത്രമല്ല ധാരാളം മികച്ച നൈപുണ്യമുള്ള പണ്ഡിതന്മാർ ഉണ്ടായത് കാരണത്താലും ഒരുപാട് വിജ്ഞാനങ്ങൾ ഈ കാലഘട്ടത്തിൽ ഉയർന്നു വന്നു. വഫി കുല്ലിൻ തഹസുസുൻ, ഓരോരുത്തരുടേതായ പ്രത്യേകമായ മേഖലകളിൽ കഴിവ് തെളിയിച്ചു, ഗ്രന്ഥങ്ങളൊക്കെ രചിച്ചു. ഫിൽ ജഗ്രാഫിയ, ഉദാഹരണത്തിന് ജിയോഗ്രഫിയിൽ, വൽ ഫലക്കി ആസ്ട്രോണമി ഗോളശാസ്ത്രത്തിൽ, വത്തിബ് മെഡിസിനിൽ, വൽ കീമിയ കെമിസ്ട്രി, വൽ റിയാദിയാത്ത് മാത്തമാറ്റിക്സ്, വഗൈരിഹ മിമ്മ യത്തീലു തഫ്സീലുഹു, വിവരിക്കുകയാണെങ്കിൽ ഒരുപാട് ദീർഘിച്ചു പോകുന്ന ഒട്ടനവധി വിഷയങ്ങളിൽ ഒരുപാട് രചനകളും പഠനങ്ങളും അബ്ബാസി കാലഘട്ടത്തിൽ പണ്ഡിതന്മാർ നടത്തിയിട്ടുണ്ട്. വഅല റഗ്മി മിൻ അന്ന ദൗലത്തുൽ അബ്ബാസിയത ഖദ് അഖദത് ഫി ളുഅഫി ബിത്തദ്രീജ്, ക്രമേണ അബ്ബാസി രാഷ്ട്രം ബലഹീനമായി കൊണ്ടിരുന്നപ്പോഴും, ഇല്ല അന്നൽ ഹയാത്ത സഖാഫിയത്ത വൽ അദബിയത്ത ഖദ് നശാതൻ കബീറൻ, സാഹിത്യ സാംസ്കാരിക ജീവിതം മെച്ചപ്പെട്ടു, വളർന്നു. രാഷ്ട്രം ദുർബലമാകാൻ തുടങ്ങിയപ്പോഴും സാഹിത്യ സാംസ്കാരിക ജീവിതം മെച്ചപ്പെടുകയാണ് ചെയ്തത് അബ്ബാസി കാലഘട്ടത്തിൽ. ഫമാസാലൽ മുഅല്ലിമൂന യുഅദ്ദൂന ദൗറഹും, അധ്യാപകർ തങ്ങളുടെ റോള് നിർവഹിച്ചുകൊണ്ടേയിരുന്നു. വൽ മസാജിദു തസ്ഹറു ബിതുല്ലാബിൽ ഇൽമി, പള്ളികളൊക്കെ ഇൽമിന്റെ വിദ്യാർത്ഥികളാൽ നിറഞ്ഞു നിന്നു. വഖദ് ഖസ്സസത് അദ്ദൗലത്തു റവാത്തിബ ലിൽ മുഅല്ലിമീന ഹസ്ബൽ മക്കാനത്തിൽ ഇൽമിയത്തി, രാഷ്ട്രം അധ്യാപകർക്ക് അവരുടെ എൽമിയായ സ്ഥാനത്തിനനുസരിച്ച് ശമ്പളങ്ങൾ നിശ്ചയപ്പെടുത്തിയിരുന്നു. ലിക്കുല്ലി വാഹിദി മിൻഹും, എല്ലാ അധ്യാപകർക്കും ഓരോരുത്തരുടേതായ എൽമിയായ സ്ഥാനം വെച്ചുകൊണ്ട് ശമ്പളങ്ങൾ നൽകിയിരുന്നു. ഫഹാദ സജ്ജാജ് തിൽമീദുൽ മുബരിദിന്റെ തിൽമീദായ സജ്ജാജിന് യജ്അലു ലഹു അൽ ഖലീഫത്തുൽ മുഅത്തലിദു, ഖലീഫ മുഅത്തലിദ് അദ്ദേഹത്തിന് നൽകിയിരുന്നു റാത്തിബൻ ഫിൽ ഫുഖഹാഇ, ഫിഖ്ഹി പണ്ഡിതന്മാരുടെ ശമ്പളം നൽകിയിരുന്നു. വറാത്തിബൻ ഫിൽ ഉലമായി, ആലിമുകളുടെ ശമ്പളം നൽകിയിരുന്നു. വറാത്തിബൻ ഫിൻ നദീമുമാരുടെ, അതായത് ഖലീഫയുമായിട്ട് ഖലീഫയുടെ കൂട്ടുകാരുടെ ശമ്പളം നൽകിയിരുന്നു. അങ്ങനെ ഒരുപാട് ശമ്പളങ്ങൾ ഒരു അധ്യാപകന് തന്നെ നൽകിയിരുന്നു. ഫബലഗ റാത്തിബുഹു, അങ്ങനെ അദ്ദേഹത്തിന്റെ ശമ്പളം എത്തി മിന ദൗലത്തി, രാഷ്ട്രത്തിൽ നിന്നും അദ്ദേഹത്തിന് കിട്ടുന്ന ശമ്പളം 300 ദീനാരിൻ ഷഹരിയൻ, മാസം 300 ദീനാർ കിട്ടുന്ന രൂപത്തിൽ വലിയ ശമ്പളങ്ങൾ അദ്ദേഹത്തിന് നൽകപ്പെട്ടിരുന്നു. അത് ഒരു ഉദാഹരണം പറഞ്ഞതാണ്. അതേപോലെ നിരവധി പണ്ഡിതന്മാരെ അധ്യാപകർക്ക് വലിയ ശമ്പളങ്ങളൊക്കെ നൽകപ്പെട്ടിരുന്നു ആ കാലഘട്ടത്തിൽ. ലം തഉദ് ബഗ്ദാദ് വഹദഹ മർകസ് അൽ ഇൽമി വൽ അദബ്, ബാഗ്ദാദ് മാത്രമായിരുന്നില്ല ഇൽമിന്റെയും അദബിന്റെയും കേന്ദ്രം. അബ്ബാസി ഭരണത്തിന്റെ തലസ്ഥാനം ബാഗ്ദാദാണ്. അവിടെയുള്ള അബ്ബാസി ഭരണകാലഘട്ടത്തിലെ വിജ്ഞാനത്തിന്റെയും അദബിന്റെയും ഒക്കെ ഈറ്റില്ലവും പോറ്റില്ലവും ഒക്കെ ബാഗ്ദാദായിരുന്നു. പക്ഷെ ബാഗ്ദാദ് മാത്രമായിരുന്നില്ല. ബൽ അസ്ബഹത്ത് ഹലബ് വൽ ഖാഹിറ വൽ ഖൈറുവാൻ വഗൈറുഹ മറാക്കിസ് ലിൽ ഇൽമി വൽ അദബ്, ഈ പറയപ്പെട്ട പ്രദേശങ്ങളൊക്കെ, ഈ പറയപ്പെട്ട പട്ടണങ്ങളൊക്കെ ഇൽമിന്റെയും അദബിന്റെയും കേന്ദ്രങ്ങളായി തീർന്നു. ഹലബ് മീൻസ് അലപ്പോ, ഇന്നത്തെ സിറിയയിലെ അലപ്പോ എന്ന് ഇംഗ്ലീഷിൽ എഴുതുന്ന ഹലബ്. വൽ ഖാഹിറ കൈറോ, വൽ ഖൈറുവാൻ ടുണീഷ്യയിലെ കൈറുവാൻ, ഇവയൊക്കെ. വകാന തഅദ്ദുദുൽ ഇമാറാത്തിൽ മുസ്തഖില്ലത്തി, സ്വതന്ത്ര ഇമാറത്തുകളുടെ വർധനവ്. വ തനാഫുസു ഹുക്കാമിഹ, അവിടങ്ങളിലൊക്കെയുള്ള ഭരണാധികാരികളുടെ മത്സരം. എന്തിൽ? ഫി ജദ്ബി ദവിൽ ഉഖൂലി വൽ മവാഹിബി, ബുദ്ധിമാന്മാരായ പണ്ഡിതന്മാരെ വലിച്ചു കൊണ്ടുവരുന്നതിൽ. ജദ്ബ് മീൻസ് വലിച്ചെടുക്കുക. എങ്ങോട്ടേക്ക്? തങ്ങളുടെ ലിൽ ഇഖാമത്തി വൽ തഅലീമി ഫിഹ, തങ്ങളുടെ രാജ്യത്ത്, തങ്ങളുടെ നാട്ടിൽ താമസിക്കാനും അവിടെ അധ്യാപനം നടത്താനും പണ്ഡിതന്മാരെയൊക്കെ വലിച്ചെടുക്കുക അല്ലെങ്കിൽ കൊണ്ടുവരിക. ആ കാര്യത്തിൽ മത്സരം നടന്നിരുന്നു നാടുകളുടെ ഭരണാധികാരികൾക്കിടയിൽ. സബബൻ ലിദാലിക, ആ കാര്യം കാന സബബൻ ലിദാലിക,
ഇതിനുള്ള കാരണമായിരുന്നു. ഏതിനുള്ള? ബഗ്ദാദല്ലാത്ത മറ്റു പട്ടണങ്ങളും വിജ്ഞാനത്തിന്റെയും മതത്തിന്റെയും ഒക്കെ കേന്ദ്രമായി തീർന്നു എന്ന് പറഞ്ഞു. അതിനുള്ള കാരണമാണ് ഈ പറയപ്പെട്ട ഭരണാധികാരികൾ തമ്മിലുള്ള പണ്ഡിതന്മാരെ തങ്ങളുടെ നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള മത്സരം. അങ്ങനെ എല്ലാ നാടുകളിലും പണ്ഡിതന്മാർ എത്തിച്ചേർന്നു. അങ്ങനെ എല്ലാ നാടുകളും എന്തായി തീർന്നു? ഈ വിജ്ഞാനത്തിന്റെ കേന്ദ്രമായി തീർന്നു. പിന്നെ ഇത്തിസാലു സഖാഫത്തിൽ അറബിയ ബി സഖാഫത്തിൽ അജ്നബിയ, അറബ് സംസ്കാരത്തിന് അനറബി സംസ്കാരങ്ങളുമായുള്ള ബന്ധം. കാനമിൻ അഹമ്മിൽ അസ്ബാബില്ലത്തി അദ്ദത്ത് ഇല ഇസ്ദിഹാരിൽ ഹർക്കത്തൈനിൽ ഇൽമിയ വൽ അദബിയ ഫി ഹാദൽ അസ്രി, ഈ കാലഘട്ടത്തിൽ, അബ്ബാസി കാലഘട്ടത്തിൽ അദബി വൈജ്ഞാനിക സാഹിത്യ മൂവ്മെന്റുകളുടെ ശോഭിക്കാൻ ഉണ്ടായ പ്രധാനപ്പെട്ട കാരണങ്ങളിൽപ്പെട്ടതാണ് അൽ ഇത്തിസാലുൽ ഖസബുൽ മുസ്മിർ, ഫലവത്തായ നീരുള്ള ബന്ധം, ബൈന സഖാഫത്തിൽ അറബിയ അൽ ഖാലിസ വ സഖാഫത്തിൽ ഉമമിൽ ഉഖ്റ, ശുദ്ധമായ അറബി സംസ്കാരം അറബി സംസ്കാരത്തിന് മറ്റുള്ള സംസ്കാരങ്ങളുമായുള്ള ബന്ധം. അത് ഈ കാലഘട്ടത്തിലെ അദബി വൈജ്ഞാനിക മേഖല ഉയരാനുള്ള കാരണമാണ്. വമാ തുവേ ഫിഹ മിൻ മആരിഫ വ ഉലൂമിൻ, അവിടെയൊക്കെയുള്ള വിജ്ഞാനങ്ങളുമായിട്ടുമുള്ള ബന്ധം. വക്കാന ഹാദൽ ഇത്തിസാലു, ഈ ബന്ധം യുതമ്മു അൻ ത്വരീഖൈനി, രണ്ട് വഴികളിൽ കൂടെയാണ് ഈ ബന്ധം സാധ്യമായത്. ഒന്ന്, ത്വരീഖുൽ മുശാഫഹത്തി മഅൽ മുസ്തഅരിബീൻ, മുസ്തഅരിബ് അറബികളായി തീർന്നവരായ ആൾക്കാരുമായിട്ടുള്ള ബന്ധം, അതായത് അവരുമായിട്ടുള്ള സംസാരത്തിലൂടെയുള്ള ബന്ധം. വ ത്വരീഖുൻ നഖ്ലി വ തർജമ, പിന്നെ രണ്ടാമത്തേത് ട്രാൻസ്ലേഷന്റെ വഴിയാണ്. വക്കാന ത്വരീഖു സാനി, ഈ രണ്ടാമത്തെ വഴി ട്രാൻസ്ലേഷൻ എന്നതായിരുന്നു. ഹുവൽ അക്സറു തഅ്സീറൻ ഫി താരിഖ് സഖാഫത്തിൽ അറബിയ ഫിൽ അസ്ൽ അബ്ബാസി കാലഘട്ടത്തിലുള്ള സാംസ്കാരിക ചരിത്രത്തിൽ ട്രാൻസ്ലേഷനിലായിരുന്നു ഏറ്റവും കൂടുതൽ സ്വാധീനമുണ്ടായിരുന്നത്. വ അഹമ്മു തിൽക സഖാഫാത്തി ഹിയൽ യുനാനിയ വൽ ഫാരിസിയ വൽ ഹിന്ദിയ, അങ്ങനെ അറബികൾ ബന്ധപ്പെട്ട അനറബികളായ സഖാഫത്തുകളിൽ പ്രധാനപ്പെട്ടതാണ് ഗ്രീക്ക് സംസ്കാരം, പേർഷ്യൻ സംസ്കാരം, ഇന്ത്യൻ സംസ്കാരം എന്നിവ. വഖദ് കാനൽ ഖുലഫാഉൽ അബ്ബാസിയുന മുൻദു ഫാത്തിഹത്തി ഹാദൽ അസ്രി, ഈ ഒരു കാലഘട്ടം തുടങ്ങിയ മുതൽ അബ്ബാസി ഭരണാധികാരികൾ യുഅനൗന ബിന്നഖ്ലി ഇനായത്തൻ ശദീദത്തൻ, ട്രാൻസ്ലേഷന് വലിയ പ്രാധാന്യം അവർ നൽകിയിരുന്നു. വയുംഫിഖൂന അലൈഹിൽ അംവാല ത്വാഇല, വലിയ ധനം അതിനുവേണ്ടി ചിലവഴിച്ചിരുന്നു. വക്കാനൽ ഖലീഫത്തുൽ മൻസൂർ അവ്വൽ മൻ ശജ്ജഅ അല തർജമ, ട്രാൻസ്ലേഷനെ ആദ്യമായി പ്രോത്സാഹിപ്പിച്ചത് ഖലീഫ മൻസൂറാണ്. ഹൈസു നുഖിലത്ത് ഫി അഹദിഹി കുതുബുൻ കസീറത്തുൻ ഫിൽ ഫലകി വൽ ഹന്ദസത്തി വൽ ഹിസാബി വൽ മൻതിഖി വത്തിബ്, മെഡിസിനിലും മൻതിഖിലും മാത്തമാറ്റിക്സിലും എഞ്ചിനീയറിംഗിലും ആസ്ട്രോണമിയിലും ഒക്കെയുള്ള ഒരുപാട് ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നുഖലത്ത് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടു. വസ്ദഹറത്തി തർജമത്തു ഫി അസുരി റഷീദി വവുസറാഇഹിൽ ബറാമിക ഇസ്ദിഹാറൻ വാസിഅൻ, റഷീദിന്റെയും തൻ്റെ മന്ത്രിമാരായ ബർമക്കികളുടെയും കാലഘട്ടത്തിൽ തർജമ അഭിവൃദ്ധിപ്പെട്ടു വളരെ വിശാലമായ രൂപത്തിൽ. വഖദ് അദ്കാ ജദ്വതഹ ഹീന ഇദിൻ ഇൻഷാഉ ദാറുൽ ഹിക്മ, ദാറുൽ ഹിക്മയുടെ ദാറുൽ ഹിക്മയുടെ നിർമ്മാണം ആ കാലഘട്ടത്തിൽ, ആ സമയത്ത് ഈ തർജമയുടെ തീ ആളിക്കത്തിച്ചു എന്ന് പറഞ്ഞാൽ തർജമയെ വർദ്ധിപ്പിച്ചു, തർജമ ഉണ്ടാകുന്നത് അധികരിപ്പിച്ചു. ഈ ദാറുൽ ഹിക്മ എന്ന് പറഞ്ഞാൽ എന്താണ്? വഹിയ ദാറുൻ ആമത്തുൻ ലിൽ കുതുബി, പുസ്തകങ്ങൾക്കുള്ള പൊതുവായ ഒരു ദാറാണത്. വുള്ളിഫ ഫീഹ അദദുൻ കബീറുൻ മിനൽ മുതർജിമീൻ, ധാരാളം ട്രാൻസ്ലേറ്റർമാർ അവിടെ ജോലി ചെയ്തു. വതബ്ലു ഹാദിഹിൽ മൗജത്തുൽ ജാരിഫത്തു ലിതർജുമത്തി, ഈ ട്രാൻസ്ലേഷന്റെ ഈ ഒരു വലിയൊരു തിലമാല, അത് ഖിമ്മത്തഹ, അതിന്റെ ഉന്നതിയിലെത്തുന്നു. ഫി അഹദിൽ മഅ്മൂൻ, ആരുടെ കാലഘട്ടത്തിൽ? ഹാറൂൻ റഷീദിന്റെ മകനായ മഅ്മൂന്റെ കാലഘട്ടത്തിലാണ് തർജമ അതിന്റെ ഔന്നത്യത്തിലെത്തുന്നത്. ഇത് ഹവ്വല ദാറുൽ ഹിക്മ, അദ്ദേഹം എന്താണ് ചെയ്തത്? ദാറുൽ ഹിക്മയെ അദ്ദേഹം മാറ്റി ഇലാമാ യുഷ്ബഹു മഅഹദൻ ഇൽമിയൻ കബീറൻ, വലിയ വൈജ്ഞാനിക സ്ഥാപനവുമായി സാദൃശ്യമുള്ള ഒരു സ്ഥാപനമായിക്കൊണ്ട് അദ്ദേഹം അതിനെ മാറ്റി. അർസലൽ ബുഊസ, അതുമാത്രമല്ല അദ്ദേഹം എന്തും ചെയ്തു? അർസലൽ ബുഊസ ഇലാ ബിലാദ് റോമിലേക്ക് ദൗത്യ സംഘങ്ങളെ, പഠന സംഘങ്ങളെ അയച്ചു. എന്തിനു വേണ്ടി? ലിജൽബി അൻഫസമാ ഫി ഖസാഇനിഹ മിൻ കുതുബിൻ, അവിടങ്ങളിലുള്ള റോമിലുള്ള ലൈബ്രറികളിലെ പുസ്തകങ്ങളിൽ വിലപിടിച്ച മഹത്തായ ഗ്രന്ഥങ്ങളൊക്കെ കൊണ്ടുവരാൻ. ലി തർജമതിഹ, എന്തിനു വേണ്ടി?
അതിനെയൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ ഇല്ലല്ല അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി, റോമിലുള്ള ഗ്രന്ഥങ്ങളെ അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി റോമിലേക്ക് ഇദ്ദേഹം ഇവിടെ നിന്നും ആളയച്ചു. അങ്ങനെ അവിടെയുള്ള ലൈബ്രറികളിൽ നിന്നും അവർ ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ട് അറബിയിലുള്ള ഗ്രന്ഥങ്ങളാക്കിയിട്ട് ഇങ്ങോട്ടേക്ക് അറബ് നാട്ടിലേക്ക് കൊണ്ടുവന്നു. വഖദ് കാന ലിത്തിസാലി സഖാഫത്തുൽ അറബിയ ബിതിൽക സഖാഫത്തുൽ അജ്നബിയ, ഈ അറബി സംസ്കാരത്തിനുള്ള അജ്നബി സംസ്കാരങ്ങളുമായുള്ള ഈ ബന്ധത്തിന് എന്തുണ്ട്? ആസാറുൻ ഈജാബിയ, പോസിറ്റീവായ സ്വാധീനമുണ്ട്. അതേപോലെ ഉഖറ സൽബിയ, മറ്റു ചില നെഗറ്റീവായ സ്വാധീനവും ഉണ്ടായിട്ടുണ്ട് അനറബികളുമായിട്ടുള്ള ബന്ധത്തിന്. എന്തൊക്കെയാണ് നെഗറ്റീവായിട്ടുള്ള സ്വാധീനങ്ങൾ? വഹാസത്തൻ ഫീമാ യതഅല്ലഖു ബിൽ ഫൽസഫത്തി വൽ മൻതിഖി വബഅദി നളറിയാത്തി വൽ അഫ്കാരി ലത്തി ലാ തത്തഫിഖു മഅ ദീൻ, ദീനുമായിട്ട് യോജിക്കാൻ കഴിയാത്ത ചില ചിന്തകളിലും അതേപോലെ മൻതിഖിലും ഫൽസഫയുമായിട്ടൊക്കെ ബന്ധപ്പെടുന്ന ചില കാര്യങ്ങളിൽ സൽബിയ നെഗറ്റീവായ സ്വാധീനവും ഉണ്ടായിട്ടുണ്ട് അറബികൾക്ക് മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധത്തിലൂടെ.